കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ. ഹലോ, ഗുഡ് ഈവനിങ്. എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? ക്ലോക്കിലെ ബാറ്ററി വർക്ക് ചെയ്യണില്ല എന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ടോ? കുറെ നേരമായി ക്ലോക്കിലേക്ക് നോക്കുന്നു. സ്റ്റാർ മാജിക് എന്താ തുടങ്ങാത്തെ? സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്താ അനങ്ങാത്തെന്നൊക്കെ വിചാരിക്കണ്ടെങ്കിലേ നിങ്ങളുടെ ക്ലോക്ക് കറക്റ്റ് തന്നെയാണ് കേട്ടോ. അത് പതുക്കെ പതുക്കെ ഓടണമെന്ന് ഇങ്ങനെ തോന്നും. എക്സൈറ്റ്മെന്റ് കൂടുന്നുണ്ടോ? സ്റ്റാർ മാജിക് തുടങ്ങേണ്ട സമയം ദാ ആവുകയാണ്. വെൽക്കം ഓൾ ഓഫ് യു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 90+ വിമൻ ഓൺടർപ്രണറിനെ കുറിച്ചാണ്. അതായത് സാമ്പത്തികമാണ് നിങ്ങളുടെ ഒരു ബിസിനസ് സ്വപ്നങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറും 65,000 ഇൻവെസ്റ്റ്മെന്റിൽ, അതായത് മുതൽ മുടക്കിൽ യാതൊരു ഡിപ്പോസിറ്റും ഇല്ലാതെ 90+ന്റെ മിനി ഡീലർ ഹബ്ബുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതായത് സ്വന്തം നാട്ടില് അഭിമാനത്തോടു കൂടി സ്വന്തം ബിസിനസ് ആരംഭിക്കാം. അതായത് ഇന്ത്യയിൽ അതിവേഗം വളരുന്ന എഡ്യൂടെക് ബിസിനസിന്റെ ഭാഗമാവാനായിട്ട് www.mytutionapp.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ശരി, അപ്പൊ സ്റ്റാർ മാജിക്കില് ഇന്ന് നമ്മൾ ആദ്യം പുതിയൊരു ഗെയിം കളിക്കാൻ പോവാ. ഓക്കെ, ആദ്യം പുതിയ സെലിബ്രിറ്റീസ് വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇങ്ങനെ കളിക്കാറുള്ളൂ. ഓക്കെ, കളിക്കല്ലേ? അല്ല, ഭയങ്കര ടെൻഷൻ ഉണ്ട് ആക്ച്വലി. ഇവിടുത്തെ ഗെയിംസ് എല്ലാം ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. എല്ലാം ഇവർ നല്ല കിടിലമായിട്ട് നല്ല രസമായിട്ട് വരുന്നതാണ്. ഞാനിത് കളിച്ചെന്താക്കും എനിക്ക് അറിയില്ല. അയ്യോ, ഇത് ഒറ്റയ്ക്കാണല്ലോ കളിക്കണേ, അത് കാരണം നല്ല രസമായിരിക്കും. കളിക്കാം. അങ്ങനെ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മള് ഫിലിമിലെ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേര് ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. നമ്മളത് പോസ്റ്റർ ആക്കിയിട്ട് തരും. ഓക്കെ, അപ്പൊ ഒരാളെയും കൂടെ ഓപ്പോസിറ്റ് നമുക്ക് കളിക്കാൻ വേണ്ടിട്ട് വിളിക്കാം. ഒരാള് വായി തുറക്കാതെ അതെന്താണെന്ന് അത്രേ ഉള്ളൂ. ഞാൻ എങ്ങനെ കാണിക്കുമെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് അവിടെ പോയപ്പോ ഫുൾ ബസ്സേലതല്ലായിരുന്നോ? അയ്യോ, അങ്ങനെയാണെങ്കിൽ ആ ഒരു അമേരിക്കൻ ബന്ധം വെച്ചിട്ട് ആ ഒരു 40 ദിവസത്തെ ബന്ധം വെച്ചിട്ട് ഇനി അങ്ങനെ പറയോ? പോരെ ചേട്ടാ, ഇപ്പൊ ടച്ച് വിട്ടു പോയി ചേട്ടാ. കളിച്ചിട്ട് കുറെ നാളായി. അത് അമേരിക്ക വരെ ഇല്ലാത്ത ജാടയ്ക്ക് വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞു കയറ്റി അമേരിക്ക കഥയാ. ശരി, ഓക്കെ, ആദ്യം മാർക്ക് കൊടുക്കണം. ചേട്ടൻ പിടിക്കട്ടെ അല്ലേ? ഓക്കെ, ഫൈൻ. അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ പറഞ്ഞ കാരണം ആദ്യം നമുക്ക് മേക്ക് കൊടുക്കാം. ഇവിടെ അങ്ങനെയാ മോനെ, പറഞ്ഞ നേരം ഓപ്പോസിറ്റ് കൊടുക്കും. മിണ്ടാതിരിക്കുന്നതാണ് മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞ പോലെ അല്ലേ? ഞാൻ തീരുമാനിച്ചു. ബിൻചേട്ടൻ എടുക്കട്ടെ, മതിയോ? ഓക്കെ, ബിൻചേട്ടൻ നോക്കാൻ പാടില്ല കേട്ടാ. ഞാൻ നോക്കാൻ പാടില്ലേ? എന്നെ നോക്കാൻ പാടില്ല, ഈ പോസ്റ്റർ നോക്കാൻ പാടില്ല. ഞാൻ പച്ചാളം ഭാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ ഫസ്റ്റിൽ തന്നെ പറയട്ടെ, മയിൽക്കുറ്റിയാണോ? അതെ. എന്നെ കൊലക്ക് കൊടുക്കരുത്, ശ്രദ്ധിച്ചു നോക്ക്. എനിക്ക് പിന്നെ സമയം കളയണ്ട, രസങ്ങളിലേക്ക് അടക്കാം. പുരുഷനാണ്. ചാന്തുപൊട്ട്, ദിലീപേട്ടൻ. ല്ല എന്നെ കണ്ണും കയ്യും കാലും കാണിച്ച് വശീകരിച്ച ഞാൻ വീഴുന്നവനല്ല. പേൻ കൊല്ലുന്നവനോ? ഐ സ്പെഷ്യലിസ്റ്റ്? ഞാനെങ്ങനെ കാണിക്കാറുണ്ട്? മുഖം കൊണ്ട് നവരസങ്ങൾ ഓരോന്നായി കാണിക്കൂ. 9 ആണോ? ഗുഡ്. അടുത്തെത്തി ചേട്ടൻ, ഒന്ന് ക്ലബ് ചെയ്ത് നോക്കൂ. ഭരത് ഗോപി? അതെനിക്കറിയില്ല. ഒന്ന് കാണിച്ചെടുത്തേ, ഞാൻ എന്നിട്ട് പിടിച്ചോളാം. നടന്നു കാണിച്ചോട്ടെ. എന്തിനാണോ ശൃംഗാരത്തിന് ശരീരം മുഴുവനിട്ട് ഇളക്കുന്നത്? അനു, അതെന്താ? ജീജ സുരേന്ദ്രൻ പൊട്ടാമസ് കുളത്തേന്ന് കയറി എന്നെ കാണിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം മൂവി പിടിക്കാം. ഓക്കെ, ഇത് ആരുടെ മൂവി? പോവാമോ? പിന്നെ പോവാമോ? ഏതിലെ ഒരു ഭ്രാന്തനെ പോലെ. ലാലേട്ടൻ? വെരി ഗുഡ്. ലാലേട്ടന്റെ പടമാണ്. ലാലേട്ടന്റെ പടമാണ്. ലാലേട്ടന്റെ പടമാണ്. ലാലേട്ടന്റെ പടമാണ്. പിന്നെ ഇതിലൊരു പോയിന്റ് ഉണ്ട്. അതില് പോയിന്റ്. ലാലേട്ടൻ ഡയറക്ട് ചെയ്ത പടമാണ്. ലാലേട്ടൻ ഡയറക്ട് ചെയ്ത പടമല്ലല്ലോ.
ഡയറക്ടറുടെ പടം ഉണ്ടോ? ഡയറക്ട് ചെയ്ത പടം? ഇല്ല, ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ പോണതേ ഉള്ളൂ. ആ, ലാലേട്ടൻ ആ, ആ, ആ. ഡയറക്ടറായിട്ട് അഭിനയിച്ച പടം. ഹോ, ഉദയനാണ് താരം. ഇനി ഓക്കെ, ഇനി അറിയില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇതിട്ടിട്ട് ആ. ആ, അവനതായി അഭിനയിച്ച പച്ചാളം പാസ്. എന്തോരം clue എനിക്കിത് പറഞ്ഞാ മതി. നടക്കാൻ അറിയാൻ പാടില്ല. ഇനി ഒന്ന് നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് കാണിക്കൂ. അയ്യോ, അത് ഇതെങ്ങനെ നടക്കുക എനിക്കറിയില്ല. ഇല്ല. ആ നടക്കുന്ന പോലെ ഒന്ന് നടക്കുവോ എനിക്കറിയില്ല. ഞാനിപ്പോ തോന്നിയ ദിവസം കാണിച്ച. ശരി, ഈ പച്ചാളത്തിന്റെ ഒരു 3-4 ഭാവം ആരാ കാണിക്കുക? അതെ, ഒറ്റ ഭാവം ചിന്നു കാണിക്കും. പക്ഷെ എന്റെ മുടിന്ന് അങ്ങനെയല്ല അത്. അല്ല, അതിൽ ഫിഗർ കിട്ടും. ഫിഗർ കിട്ടും. കാണിച്ചേ. തങ്കച്ചേട്ടൻ കാണിക്കും. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ആ, തങ്കു. അയ്യോ ഒരു കാല് വയ്യ. അല്ല, അവിടെ നിന്നിട്ട് കാണിച്ചാൽ മതി. ശൃംഗാരം. ശൃംഗാരം. അത് കണ്ണിൽ പൊടി പോയതിന്റെ അല്ല, ശൃംഗാരം അങ്ങനെയല്ല. ഇതാണ് ശൃംഗാരം. ശൃംഗാരം. നിനക്ക് ശൃംഗാരം കയ്യൊന്നും വേണമെങ്കിൽ വേണ്ട, അതെ. ശൃംഗാരം ഒക്കെ കാണിക്കണ മുഖം മാത്രം, കയ്യൊന്നും ഒന്നുമില്ല. ഇവന് ഇങ്ങോട്ട് തിരിഞ്ഞ ശൃംഗാരത്തിന്റെ ഘോഷയാത്രയാണ്. അവനാണ് കിടന്ന്. ഇനി രണ്ടാമത്തെ സീരിയസ് ആയിട്ട് എടുത്ത് അടുത്ത തങ്കു രസം, കാണിക്കാം. അടുത്ത രസം. ഉപ്പുരസം. അടുത്ത ഭാവം. ഉപ്പുരസം കോമഡി ഒന്ന് ഇറക്കി വിടേണ്ടതാണ് അതിന്റെ കൂട്ടത്തില്. കാലുവേദന എടുക്കും. ബീവത്സം. എനിക്ക് അവിടെ ഒരു ശ്രീവത്സത്തിന് എനിക്കറിയാം. ഈ 9 രസങ്ങൾ നമുക്ക് അറിയണതല്ലേ? തങ്കു സ്വന്തമായിട്ട് കണ്ടുപിടിച്ച 3 രസം. 3 രസമുണ്ട്. തങ്കു കാണിക്കും. തങ്കു രസമല്ലടാ, സ്വഭാവമല്ലടാ അത്. അടുത്തത് വീരം. അടായി. രൗദ്രം. ശാന്തം. ഹാസ്യം. 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 എല്ലാം നല്ലൊരു കയ്യില്, നല്ല. അയ്യോ. ശരി, അടുത്തത് നീ എടുക്കട്ടെ. ഓക്കെ. സൂപ്പർ. ഇത് പൊളിക്കും. അയ്യോ, ഇത് ഞാനിത് എങ്ങനെ ഇത് പെണ്ണാണോ ആണാണോ? മിണ്ടരുതാരും. ആണാണ്, പുരുഷനാണ്. ഓക്കെ. മുടി ഇങ്ങനെ ഉള്ളതോ? അങ്ങനെ പറ്റില്ല. ആ, പറ്റേ? ആ. നോക്കല്ലേ. ഇല്ലല്ലേ, ഞാൻ നോക്കുന്നില്ല. മുടി അങ്ങനെ ഉള്ളത്. ഭാഗ്യം തട്ടിയിട്ടില്ല. വലിയ ക്ലൂ കൊടുത്തു. കോഴിക്കാലും കടിച്ചു പറിച്ച് കോഴിക്കാല് കടിച്ചു. താൻ വെള്ളടിക്ക അപ്പൊ താൻ തട്ടിപ്പാണല്ലേ. നോക്ക്. ചിക്കൻ കടിച്ചിട്ട് തലമുടിയോ? തലമുടി ഇങ്ങനെ ആവോ? കറക്റ്റ്. എന്താണ്? അങ്ങനെ ഒന്ന് ആലോചിച്ചു. അയ്യോ, മറ്റേ ആ സ്വാമി ക്യാരക്ടറാണോ? ആ, അയ്യോ, അതിന്റെ സ്വാമി ജഗദീശേട്ടന്റെ ആ. സ്വാമി, പക്ഷെ പേര് ഓർമ്മയില്ല. ആ എന്റെ പൊന്നു മക്കളെ എന്ന് വിളിക്കുന്ന ആ ഒരു ക്യാരക്ടർ അതാണോ? കുമ്പയിലുണ്ട്, വടിയിലുമുണ്ട്. കുമ്പിടി. അയ്യോ. ഇത് കാണിച്ചെന്ന് അപ്പൊ തന്നെ പിടിക്കണ്ടേ? ആ, ഓക്കെ ഓക്കെ. ലക്ഷ്മി. അമ്പടി. കുപ്പയിലുമുണ്ട്, വടിയിലുമുണ്ട്. ഓക്കെ, അടുത്ത പിൻഷർട്ടിനുള്ളതാണ്. ഇതാരടാ, അമീബയോ? പവനായി എന്ന പേര് കേട്ടാലേ ആളുകൾ ഞെട്ടി വിറയ്ക്കുകയാണ്. വെറും ആളുകളല്ല, പോലീസിനും പട്ടാളത്തിനും ഞാനിതൊരു പേടി സ്വപ്നമാണ്. പറ. മീശയുണ്ട്, ആണാണ്, ഹൈറ്റ് ഉണ്ട്. ബാബു ആന്റണി. ആ, മീശ ഇല്ല. മീശ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മീശ ഇല്ലെന്ന്. ആണാണ്, മീശ ഇല്ല, ഭയങ്കര ഹൈറ്റ് ഉണ്ട്. ബാബു ആന്റണി ഷേവ് ചെയ്തിട്ട് വന്നു. ബാബു ആന്റണി അല്ലെങ്കിൽ പിന്നെ കീരിക്കട ജോസ്. കമ്മല്, സ്ഫടികൻ ജോർജ്. പടികൻ ജോർജ് ഏത് സിനിമയിലടാ കമ്മൽ ഇട്ടുകൊണ്ട് വന്നു? മാല. അല്ലല്ല, കുന്നു. സ്വർണം. സ്വർണം പോകും തോന്നില്ല അതിലേക്ക്. സ്വർണം ഷേവ് ചെയ്തിട്ട് ഞാനിതുവരെ കണ്ടിട്ട്. ലാലേട്ടന്റെ ലാലേട്ടൻ. ലാലേട്ടൻ ഏത് സിനിമയിലും ഒളിഞ്ഞു നോക്കിയത്? ലാലേട്ടന്റെ സിനിമയാണ്. അതിലൊരു സീക്വൻസ് ഇപ്പൊ കാണിക്കും. കിട്ടി. മനസ്സിലായി. ആ, പവനായി.
മലപ്പുറം കത്തി മിഷൻ കന്ന് അത് തന്നെ അത് തന്നെ. ഞാൻ ഇതിങ്ങനെ കാണിച്ച ശ്രീനിവാസനെ ആയിരുന്നു. ഭയങ്കര ഹൈറ്റ് ഉണ്ട്. അല്ലല്ല ചെയ്തിട്ട് ഇങ്ങനെ നോക്കണ ശ്രീനിവാസൻ എന്ന് പറയോ ആരെങ്കിലും? അല്ല, മോഹൻലാലും ശ്രീനിവാസനും ആണല്ലോ ആ പടം. കോമ്പി പറയാൻ ശ്രമിച്ചതാ. ശരി, അല്ല, നമ്മുടെ മനസ്സിൽ മറ്റേത് കിടക്കുക. അത് വെച്ചാ കണക്ട് ചെയ്ത്. ഓക്കെ ശരി. അടുത്തത് നമ്മള് എന്താ പറയാ, മേക്ക് കൊടുക്കാം. സിമ്പിൾ ആണ്. കളിയാനെ പനിനീര് ഇവിടെ കളിയാനെ പനിനീര്. ഞങ്ങൾ കണ്ടില്ല. അയ്യോ സോറി. പുരുഷനാണ്, മീശയില്ലേ? പെണ്ണാണോ? ആ, പടി പടി കുത്തി നിൽക്കുന്നതാണോ ഉദ്ദേശിച്ചേ? മാറ്റി തരും. ആ, ആണ്, പുരുഷൻ. അയ്യോ, ഇത് ഏത് ആക്ഷൻ? ഇവിടെ വാന്ന് കാണിക്കുന്നതാണോ? നമ്മൾ കത്തുന്നില്ലല്ലോ. എല്ലാം വായിച്ചോളാം. ഏത് സിനിമയാ? നസീർ. ചേട്ടാ മനസ്സിലായല്ലേ? നമ്മൾ ഒരാക്ഷനും കറക്റ്റ് അല്ല. അത് ഇതാണ് ഒരു ഫിഗറും കറക്റ്റ് അല്ല. ഇത്രയും നാള് അയാളെന്ന് പറഞ്ഞ് കാണിച്ചോണ്ടിരുന്നത് ഇതാണെന്ന്. ഇവിടെ വാ, ഇവിടെ. ഓ, സിമ്പിൾ ക്ലൂ. കളിയാനെ പനിനീര് ഇവിടെ കളിയാനെ പനിനീര്. ആന. ആന പ്രധാനമായിട്ടുള്ള വല്ല സിനിമയാണ്. ഓക്കെ ഓക്കെ. ആന. ആ, പെണ്ണ്. കളിയാനെ പനിനീര്. അതാണ് എനിക്ക് കത്താത്തത്. ആന. ആന, പെണ്ണ്. എന്ത്? പാറ. ആറാണത് പാറ, ആന. ആന, ആനപ്പാറ. ആനപ്പാറ, ആനപ്പാറ. ഓ, പനിനീര് തടിയാന്. അല്ല, ബിനിച്ചേട്ടനാ പനിനീരൊന്നും കളിക്കായിരുന്നു. അല്ലേ? പനിനീര് കളിച്ച എളുപ്പമായിരുന്നു. ഞാനതാ ചോദിച്ചേ, ഇവിടെ വാ, ഇവിടെ വാന്നാണോ? ഈ ആനയിൽ കാണിച്ചു. ഇതിലാണ് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഇതെന്താന്ന് മനസ്സിലായില്ല. അതൊന്നും പനിനീര്. ഓക്കെ, അടുത്ത ശശു വരും. എന്റെ അമ്മ, ഞാൻ രക്ഷപ്പെട്ടു. എന്റെ അമ്മ. 16 കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? കൊളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീയായിട്ട് അഴിക്കുന്നോ അതോ ഞാൻ അഴിപ്പിക്കണോ? ശശാങ്കൻ അഭിനയിച്ച് താവൂ. പുരുഷനാണോ സ്ത്രീയാണോ? പെണ്ണാണോ? പുരുഷൻ. ആ, ക്ലീൻ ഷേവ് ആണോ? ആ, ക്ലീൻ ഷേവ് ക്യാരക്ടർ. പഴയതാണോ പുതിയതാണോ? അയ്യോ, മറ്റേ ആറാം തമ്പുരാനിലെ അയ്യോ അപ്പൻ തിരുമേനി. ശശു എന്ന ഒറ്റ സെയിം പ്രായമുള്ള ഒരാൾ വന്നൊരു സാധനം ചെയ്ത് പെട്ടെന്ന് കത്തു. ശരി, അടുത്തത് സിമ്പിൾ ആണത്. ഹാസ്യം. ആനപ്പാറയെ തള്ളയും മക്കളും ഇടപെട്ട കേസാ. അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദിച്ചു വെച്ച് തോന്നാലും ഈ എന്നോടാ സഹായിക്കും. കറക്റ്റ് ഞാൻ പിടിച്ചോളാം. ഭയങ്കര സിമ്പിൾ, ഒറ്റ ക്ലൂല്. ആണ്, പുരുഷനാണ്. ആ, 5 ചീട്ടുകളി, ക്യാരറ്റ് അരിയുന്നു, പൈസ ഇടണമെന്ന്, 5 വാക്കോ, 5 പണം, 5 പണം, 5-ാം പണം, 5-ാം പണം. ആ, എല്ലാം വായിച്ചു. കർത്താവ്, ദൈവം, മണി പേഴ്സിൽ പൈസ എടുത്ത്. ഇതിലുണ്ട്. മണിക്കൂട്ടൻ, കാശ് ചെലവാക്കുന്ന ആള്. 5 പൈസ ഇല്ലാത്ത ആളോ? 500. 500 മിഷ 500. ശരി, നേരത്തെ 500 ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മുടെ ആനപ്പാറ അമ്മച്ചി നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് സുധിച്ചേട്ടൻ ആ ഒരു ഇത് റിലേറ്റ് ചെയ്തപ്പോ ആ പെർഫോമൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ശബ്ദം ഒന്ന് എടുത്ത് കാണിക്കോ? എടി അച്ചാമേ, ഇങ്ങോട്ട് പാടി, ഇങ്ങോട്ട് കേറി നിൽക്കടി അച്ചാമേ. ഏതാണ് 500? എടാ, 500 എന്റെ മുമ്പിൽ കണ്ട് വെട്ടി അരിഞ്ഞു കളയും ഞാൻ. 500 ഏതാണ് ദൂരം വന്നാലും ഈ അച്ചമ്മയ്ക്ക് പുല്ലാണ്ട പുല്ല്. ഓടെ ചെക്ക അവിടുന്ന്. അടിപൊളി, സൂപ്പർ.
താങ്ക് യു വെരി മച്ച്. ഓക്കെ, അടുത്തത് നമ്മള് മിയക്ക് കൊടുക്കാണ് കേട്ടോ. ആഹാ, ഒറ്റയ്ക്കുള്ള ഉത്തരം. കൈയ്യടി ഉണ്ടോ എല്ലാവരുടെയും? ആണാണോ പെണ്ണാണോ? ആണല്ല, പെണ്ണാണോ? ആ. കോമഡിയാണോ? അല്ല. ലാലല പാട്ട് പാടി നടക്കുന്നതാണോ? പെണ്ണാണ് അല്ലേ? ഫോട്ടോയിലുള്ള പെണ്ണാണ്. ഓക്കെ, പക്ഷെ ഇങ്ങനെ നടക്കും. സൂപ്പർ. ചൊറിയുന്നു, വെള്ളം കുടിച്ചു. ആ ക്യാരക്ടറിന്റെ പല കാര്യങ്ങളാ ഇപ്പൊ ആ, അതെ, അതെ. ഈ വെള്ളമൊക്കെ കോരി ഒഴിച്ച് കിട്ടി. സിൽക്ക് സ്മിത. അത് ആദ്യം അതല്ല കാണിക്കാനുള്ളത്. മുട്ടനാശു ചങ്കിലെ ചോര ഈ ഭാഗത്ത് ചോര എടുക്കരുത്. ആ അല്ല, പേര് കിട്ടി കഴിഞ്ഞപ്പോ ഈ നടത്തത്തിന്റെ കറക്റ്റ് കത്തി കറക്റ്റ് ആയിരുന്നു. അത് ഞാനോർത്ത അപ്പൻഡിക്സിന്റെ അസുഖത്തിന്റെ അത് ഈ സൈഡിലാ. ഇനി അപ്പം ശശുവിന് തരാം. ഇതിനൊരു എന്തില്ല എന്റെ അമ്മേ, ഞാനിത് എങ്ങനെയാ കാണിക്കുക? ഇത് കിട്ടും, ഞാൻ പിടിച്ചോളാം. ഒരു ഞാൻ കൂടങ്ങ് വരും. പുരുഷൻ, മീശയുണ്ട്, മീശയില്ലാത്ത പുരുഷൻ, ക്ലീൻ ഷേവ് ചെയ്ത പുരുഷൻ. ആ ഇവിടെ പച്ചക്കുതിരയാണ്. ആ പഴയ പടം, ഇപ്പൊ ഉള്ള പടം അല്ല. ഇവിടെ ഉള്ള ആളല്ലേ? അങ്ങ് മുകളിലാ പിടി. അമിതാഭ് ബച്ചൻ. അതൊക്കെ മേളിലോ? അതാരാ? ഇത് ഒന്നുകൂടാ. ഞാൻ വിചാരിച്ചത് കണ്ടു കാണിച്ചപ്പോ അഭിനീഷ് പുരി. കടന്ന് ജെയിംസ് ബോണ്ട്. ഇതവിടെയൊന്നും അല്ല. ആ ജെയിംസ് ബോണ്ട് അങ്ങനെയാണോ നടക്കുന്നത്? കോമഡി ചെയ്യുന്നതാണോ? ആ കണ്ണ്. കിട്ടി. ആ പറയൂ. മിസ്റ്റർ ബീൻ. എന്റെ അമ്മോ, ഇത് പൊളിക്കും. ഇത് പൊളിക്കൂന്നാണോ ഇത് പൊളിയൂന്നാണോ? നോക്കട്ടെ. പെണ്ണാണോ ആണാണോ? ആണ്. ആണല്ല, പെണ്ണാണോ? ടിപ്പണിക്കാൻ പാടില്ല. ആണാണോ? ദൈവമാണോ? ഉറങ്ങുന്നു. ശകുന്തളെ. അതെന്താ അത്? പരശുരാമൻ. ചേട്ടന്റെ ക്ലൂ ഞങ്ങൾ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ച്. അതെന്താ ഉദ്ദേശിച്ചേ? ലക്ഷ്മി ഒന്നത് മേടിച്ച സ്നേഹത്തോടെ. എന്റെ പൊന്നെ, എനിക്ക് മനസ്സിലായി. മാൻഡ്രേക്ക്. അതെങ്ങനെ മനസ്സിലായി? ആണുമല്ല പെണ്ണുമല്ല, പ്രതിഭയാണ്. ആണുമല്ല പെണ്ണുമല്ല എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ അടിച്ചു പോകില്ലേ? അല്ല, പ്രതിഭയാണ്. ഇതിന്റെ ആളാണ് പെണ്ണാണെന്ന് പറയാൻ പറ്റൂ? പ്രതിഭയാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. പെണ്ണുമല്ല, ആണുമല്ല. ആണുമല്ല പെണ്ണുമല്ല എന്ന് പറയുമ്പോ ഞാനാണ് കൊച്ചു മുതലാളിയെ മുടിപ്പിച്ചത്. ആ കാശ് തന്നിട്ട് ആണല്ല, പെണ്ണാണ്. റോങ് ക്ലൂ കൊടുക്കാം. വളഞ്ഞു കുടിക്കുക. ആ ഭാവം ഞാനൊന്ന് ഷീരാമ്മ. ബാക്കി ഭർത്തമ്മയാണോ? ഓ മൈ ഗോഡ്, ആ ശ്വാസത്തിന്. അതിലുണ്ടായിരുന്നു. ശരി, ഇത് പിടിച്ചാൽ പെട്ടെന്ന് പിടിക്കുന്നു വിചാരിച്ചിട്ട് ഇതെടുത്തപ്പോ അതിലും പിടിച്ചു, ഇതിലും പിടിച്ചു. ഓക്കെ, ഇനി ശശി വരുന്നോളൂ. ഷിയാസ് വരും. അയ്യോ അയ്യോ ഇനി പാട്ട് കേൾക്കണോ? സത്യമുത്തല്ലേ? ഹലോ, ഇനി പാട്ട് വേറെ ഷർട്ടില്ല കേട്ടോ. ഓക്കെ, ഷിയാസ്. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽ. പുരുഷനാണ്. മസിലൻ ജയൻ ഇപ്പോഴത്തെ ആളാണോ?
ജനകോടികൾ മസിലുള്ള കോടികൾ ആക്ടറാണ്. നമ്മെ കാഫായി മാറ്റിയ മസിൽ കാണിക്കുന്ന മലയാളി ആക്ടറാണോ? അല്ലേ? ഉണ്ണിമൂന്തരങ്ങനാണോ? പിന്നെ മസിൽ കാണിക്കുന്ന ഏതാ? മസിൽ കാണിക്കുന്ന മലയാളി അല്ലാന്ന്. മസിൽ മാത്രം വേറെ എങ്ങനെ പിടിയിടാ? മസിൽ മാത്രം മസിലൻ എന്തത്? നല്ല ക്ലൂ ആ. ഫുഡ് കൊടുക്കുന്നോ? ഫുഡ് വിളമ്പുന്നോ? അയ്യോ പോഞ്ഞിക്കര. ഇത് സുധിച്ചേട്ടൻ വരും. അടിപൊളി. ആശാന്റെ കാലല്ലേ പത്രത്തിൽ കിടക്കണം. ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ. പുള്ളിയുടെ ശരീരത്തിനും ഫിഗറിനും പറ്റിയ കോമഡി ക്യാരക്ടറാണോ? കാല് ആശാന്റെ കാല് തല്ലി ഓടിച്ചു. അതില് ജനാർദ്ദനാണോ? അയ്യോ ആശാൻ. ആശാൻ ഗർവാസീസ് ആശാൻ. സൂപ്പർ. ക്ലൂ മതിയായിരുന്നു. ഏതായാലും ഈ റൗണ്ട് ഇവിടെ തീരായിരുന്നു കേട്ടോ. മാത്രമേ ഉള്ളൂ. എന്റെ പേടി അതല്ല. കാല് തല്ലി ഓടിച്ചു തങ്കച്ചെന്നെ വിളിച്ചോ. ഇത് കാണിച്ചാ മതി. കറക്റ്റാ. ഓക്കെ, താങ്ക് യു മിയ, താങ്ക് യു സോ മച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ എനിക്ക് പിന്നെയും ക്യാരക്ടേഴ്സ് കാണിക്കാൻ എനിക്ക് പാടാ. എനിക്ക് അത് പറ്റില്ല. പക്ഷെ ഗസ് ചെയ്യാൻ പിന്നെയും എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ നല്ലതായിട്ട് ക്യാരക്ടർ കാണിക്കാൻ അടിപൊളിയാട്ടോ. അതല്ലേ അവരുടെ അല്ലേ? നിങ്ങൾ സൂപ്പർ ആട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെ മൈജി ഒരുക്കുന്ന സൂപ്പർ കൂൾ AC ഓഫറിനെ കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽ AC നിങ്ങൾക്ക് വളരെ കൂൾ ആയിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും കേട്ടോ. ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള കൺവേർട്ടബിൾ ഇൻവെർട്ടർ ACകൾ വൈവിധ്യമായിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് മൈജി ഒരുക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല ACകൾക്ക് 10 വർഷം കംപ്രസർ വാറന്റി കൂടിയാണ് ലഭിക്കുന്നത്. അതായത് വമ്പിച്ച ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ ഫിനാൻസ് സൗകര്യങ്ങളും മൈജിയുടെ മറ്റു പ്രത്യേകതകളാണ് കേട്ടോ. സോ മൈജിയുടെ കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലും ഈ ഓഫേഴ്സ് എല്ലാം ഉണ്ട്. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. ഇന്നലത്തെ ഒരു ദിവസം നമുക്ക് ഒരുപാട് ഫീഡ്ബാക്സ് ആണ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് വന്നിട്ടുള്ളത്. ഈവൻ നമ്മളെയൊക്കെ തന്നെ ടാഗ് ചെയ്തിട്ട് ഒരു 200 സ്റ്റോറീസ് 210 സ്റ്റോറീസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ മിയ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടൊക്കെ ഒരുപാട് ഫാൻസ് വന്നിട്ടുണ്ട്. മെയിൽസ് ഫീമെയിൽസ് ഒക്കെ. അപ്പൊ നമ്മൾ ഫാൻസ് ഓൺ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്. അതായത് നമ്മുടെ സ്റ്റാർ മാജിക് ഫാൻസിനെ കാണാനായിട്ടാണെങ്കിലും നമ്മുടെ ഷോയിൽ വരുന്ന സെലിബ്രിറ്റീസിനെ കാണാനായിട്ടാണെങ്കിലും ഫാൻസ് ഓണിലേക്ക് ഫാൻസിന് വരാം. അപ്പം ഈവൻ മിയയുടെ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് വരെ മെസ്സേജസ് ഉണ്ടല്ലോ. ഇവിടെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിക്കാട്ടോ നമുക്ക് വന്നിട്ടില്ലേ. അപ്പൊ അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഫാനിന് നമ്മൾ ഇവിടെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരാള് ഇന്ന് ദാ മിയെ കാണാനായിട്ട് നമ്മുടെ ഫാൻ സോണിലേക്ക് വരാൻ പോവാ. മിയ എക്സൈറ്റഡ് ആണോ? പിന്നെ തീർച്ചയായും. ഒരുപാട് ഫാൻസ് ഒരുപാട് ലെറ്റേഴ്സ് ഒക്കെ പണ്ട് വീട്ടിലേക്ക് അതുപോലെ മെസ്സേജസ് അങ്ങനെയൊക്കെ വരാറുണ്ടായിരിക്കും അല്ലേ? ലെറ്റേഴ്സ് ആയിട്ടൊന്നുമില്ല. നമ്മളൊക്കെ വന്നപ്പോഴത്തേക്കും ലെറ്ററിന്റെ ഒരു പരിപാടിയെ തീരുന്ന സമയമായിരുന്നല്ലോ. അപ്പൊ മെസ്സേജും നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും മെസ്സേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. അത് സോഷ്യൽ മീഡിയ മെസ്സേജസ് ആണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ ട്രാക്ക് ചെയ്ത് മിയെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആൾ നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഫാൻ സോണിലേക്ക് മിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി എത്തുക. വിളിച്ചോട്ടെ. That fan to Star Magic.
സച്ച് എൻ എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫാനാണ്. ആള് നല്ല മനസ്സിലായി ആരായത് മനസ്സിലായില്ല. ഇതാണ് മിയെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് ഫ്ലവേഴ്സിലേക്ക് വിളിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ മെസ്സേജ് ചെയ്ത് മിയ കല്യാണം കഴിച്ചു എത്രയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആരാധന പുള്ളിയുടെ മനസ്സിൽ നിൽക്കണില്ല. ലക്ഷ്മി ആ. ഇത്ര സ്വർണ്ണം ഇട്ടുണ്ട് വരാൻ സ്വർണ്ണക്കടക്കാരനാണ്. അത് പുള്ളിയുടെ പ്രൊഫൈൽ നോക്കുമ്പോ വലിയ റിച്ച് ആണ് അയ്യോ മനസ്സിലായി. മേടിച്ചോ നീ ഇപ്പൊ പറഞ്ഞ കോമഡി ഉണ്ട്, അതിനിരിക്കട്ടെ ഒരു പൊൻതൂവൽ. എല്ലാവർക്കും കൊടുക്കുക. ഞാൻ അങ്ങനെയാണെന്ന്. എന്റെ വീട്ടിൽ ആര് വന്നാലും ഞാൻ 100 രൂപ വെച്ച് കൊടുക്കും. എനിക്ക് തന്നോ കോമഡി പറയാൻ പോവാ. പറ ചേട്ടാ. എവിടാ ചേട്ടന്റെ വീട്? അഡ്രസ് ഒന്ന് തരുമോ? ഞാൻ വരാം, കുറച്ച് കോമഡി കളക്ട് ചെയ്തോണ്ട് വരാം. എടാ ഒരു 20 രൂപ എങ്ങനെ 100 രൂപ എങ്ങനെ 80 രൂപയുടെ കോമഡി ആയുള്ളൂ. അതെ അതെ അതെ, നമുക്ക് പൈസ ഇരിക്കട്ടെ, പുള്ളിക്കാരന് കൊടുക്കരുത്. നമുക്ക് എപ്പിസോഡ് കണ്ടിന്യൂ ഷൂട്ട് ചെയ്യാനുള്ള ബിവറേജ് ഇപ്പൊ കളയും. ആണല്ലേ? ചേട്ടാ ചേട്ടാ ഒരു ബീഡി മതി. ഇല്ല ആ കൊട്ടോടി എടുത്ത് എന്റെ തലക്കെട്ടൊരു കീറ് കൊടുത്ത് ഞാൻ ഇല്ല, എന്നെ മനസ്സിലായില്ലല്ലേ? മെസ്സേജ് അയച്ച ആളല്ലേ മിയെ? അതെ 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 അത് അതെ. ഞാനൊരു കോടീശ്വരൻ. അത് വെറും കോടീശ്വരനല്ല, ഞാനൊരു വേദനിക്കുന്ന കോടീശ്വരൻ. അതിന് വേദനിക്കുന്ന കോടീശ്വരൻ. വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഞങ്ങൾ ഭയങ്കര ദാരിദ്ര്യപ്പെട്ടാണ് ജീവിച്ചത്. ഞാൻ ചിലപ്പോൾ ഇന്ന് കോടീശ്വരനാണെങ്കിലും കഴിഞ്ഞു പോയ കാര്യം പറയാൻ ഒരു ഉളുപ്പുമില്ല. ഈ വേദന എവിടെയാ? നീ ഇങ്ങോട്ട് വാ, ഞാൻ വേദനയുടെ സ്ഥലം കാണിച്ചു. ചേട്ടാ 100 രൂപ തരണായിരിക്കും. പോയിട്ട് വാ. ഞാനേ റോൾസ് റോയ്സ് വണ്ടിയിലെ വന്നേ, ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത്. 100 രൂപ വന്നാ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരൂല, ഞാനങ്ങ് പോയിക്കോളാം. നിനക്ക് ചെവി തരാൻ 1000 രൂപയ്ക്കുള്ള കിട്ടിയെന്ന് സൂചിച്ചാ 1000 രൂപ കിട്ടി. അല്ല സൂചിച്ചാ ഇത്രേ ഒരു കോടീശ്വരൻ നമ്മളെ ഫ്ലോറിൽ കയറി വന്നിട്ട് നമ്മളെ പുള്ളി ഇൻസൾട്ട് ചെയ്യുന്നത്. ഞാൻ എന്റെ വീട്ടിൽ ഭയങ്കര പണ്ടൊക്കെ വളരെ കഷ്ടത്തിലായിരുന്നു ജീവിതം. അച്ഛൻ ഭയങ്കരമായിട്ട് വെള്ളം അടിക്കുമായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു, ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു, ഇടാൻ ഡ്രസ്സില്ലായിരുന്നു, ഭയങ്കര വേദന. അങ്ങനെ മൊത്തത്തില് എന്റെ ജീവിതം ഭയങ്കര ദുസ്സഹമായ വേദനയുള്ള അവസരമായിരുന്നു. പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഗൾഫിൽ പോയി. ഏത് ഗൾഫിൽ ഇവനെ കണ്ടാൽ അകലെ മൂടുമ്പോ അതെ ഞാൻ ഗൾഫിൽ പോയി. അങ്ങനെ ഞാൻ കോടീശ്വരനായി കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന എന്തെന്നറിയില്ല. വേദന എന്താണെന്നറിയാൻ എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് പഴയകാലം മറക്കാതിരിക്കാൻ നേരം വെളുത്തിന് നഖത്തിന്റെ ഇടയിൽ ആണി അടിച്ചു കയറ്റും. എന്തിന്? വേദന എന്തെന്നറിയാം. മനസ്സിലായോ? അങ്ങനത്തെ ഞാനൊരു ഭയങ്കര കോടീശ്വരനായിരുന്നു ഞാൻ. അല്ല ചേട്ടാ, എത്ര വലിയ കോടീശ്വരനാണെന്ന് പറഞ്ഞാലും മനസ്സമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ? സത്യം, ജീവിതം മനസ്സമാധാനം വേണം. എത്രയോ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. കാശുണ്ട് പക്ഷെ സമാധാനം ഉണ്ടാവില്ല. ആരാ പറഞ്ഞ എനിക്ക് സമാധാനം ഇല്ലെന്ന്? നിങ്ങളല്ലേ പറഞ്ഞ സെലിബ്രിറ്റി ഉണ്ടോ കൊല്ലം? ഞങ്ങൾ പണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് പുറകന്മാർ വരുള്ളൂ. അതുപോലെ ഈ സർക്കാർ ഈ പെട്രോൾ ഊറ്റി കുടിക്കുക, ഞാനിവിടെ തള്ളിക്കൊണ്ട് വേണ്ട ഉണ്ടല്ലേ? കഷ്ടമുണ്ടേ 100 രൂപയുടെ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഇത് ആരാ പറഞ്ഞു എനിക്ക് മനസ്സമാധാനമില്ല? അല്ല നിങ്ങളല്ലേ പറഞ്ഞ വേദനിക്കുന്ന കോടി, അതാണ് ആ വേദന ഉണ്ടായിട്ട് വരില്ല സമാധാനം കാണാൻ. വേദന ഉണ്ടാവായിരിക്കും. അതിന് എനിക്ക് മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ടല്ലത്. സംഭവം എന്താ വെച്ചാൽ അന്ന് പെങ്ങള് കേൾക്കണത്, ഉറക്കം തോന്നിങ്ങനെ പെങ്ങളത് കേൾക്കണം. സീറ്റ് ബെൽറ്റ് നേരെ പിടിച്ചത്. എന്റെ കൈത്തക്കട ഈ ബുള്ളറ്റ് ഓടിച്ച് പുറത്തേക്ക് ഇറക്കാം. അതിനൊരു 100 രൂപ കൊടുക്കണേ, വല്ലപ്പോഴും കിട്ടുന്നതാണ്. അതിന് 100 അല്ല 2000 രൂപ. 2000 രൂപ 2000 രൂപ. അപ്പൊ ഇന്ന് പറഞ്ഞ മതി, എന്റെ അണപ്പല്ല് പുഴു എടുത്തു. അതിന്റെ ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നു. ചേട്ടാ ചുണ്ണാമ്പ് വെച്ചാ മതി, മാറും. എടാ ഇവൻ ഈ പരിപാടി പൊളിക്കാൻ വന്നിരിക്കുകയാണ്. ഡയറക്ടറെ ഇവനെ ഒന്ന് കൊന്നുകളയാവോ? അല്ല ഈ അണപ്പല്ല് എങ്ങനെ പുഴു എടുത്തെന്ന്? അണപ്പല്ല് പുഴു എങ്ങനെ എടുത്തേന്നോ? ഒരു JCB വിളിച്ചു കൊണ്ടിട്ട് ഇങ്ങനെ JCB-നെ കൊണ്ട് എടുപ്പിക്കുമായിരുന്നു പുഴു പല്ല്. കോടീശ്വരൻ പല്ല് ചൂടായിരുന്നു, നിങ്ങൾക്ക് അണപ്പല്ല് പുഴു എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. കോടീശ്വരന്റെ കാശുണ്ട് കാര്യം. ഞാൻ എന്തിനാ ഈ പരിപാടിക്ക് വന്നു? ഞാൻ മിയേനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വന്നേ. എന്റെ വേദന എന്ന് പറഞ്ഞിട്ടല്ലോ, വേദന കുറച്ച് വെള്ളം കൊടുക്ക് വേദന വിഷമം കാണിച്ചടാ. വേദനിക്കുന്ന കോടീശ്വരനല്ലേ? വേദനിക്കുന്ന കോടീശ്വരന്റെ വിഷമം ദാരിദ്ര്യാണ്, നിനക്ക് മനസ്സിലാവൂ? ഇരിക്കുന്നതാണ് എന്റെ വേദന. അയ്യോ വേദനയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടോ? അല്ല ചേട്ടാ, ഞാനെങ്ങനെ ചേട്ടന്റെ മനസ്സിലായില്ല. കാരണമായേ അതല്ലേ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം പഴയ കാര്യങ്ങളൊക്കെ എന്താ പഴയ കാര്യങ്ങളൊക്കെ മറന്നിരിക്കുന്നു. മിയ മറന്നാണോ പഴയ കാര്യങ്ങള്? മിയക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. നേരത്തെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ എനിക്ക് ഈ ചേട്ടൻ ഉദ്ദേശിച്ച ഈ വേദന എനിക്ക് മനസ്സിലായില്ല. അതല്ലേ എന്താ
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ വേദനയ്ക്ക് 2 ദിവസം കൊണ്ട് ഞാൻ വേദന അനുഭവിക്കില്ല. ഞാൻ ഒരു സൗന്ദര്യം ഞാൻ കാണുന്നില്ല. എന്റെ പൊണാവേ, നിന്റെ വേദനക്കുള്ള സൗന്ദര്യം ഇതിൽ കൂടുതൽ കിട്ടില്ല. മാക്സിമം അത് നീ മനസ്സിലാക്കണം. എന്റെ ശ്രുതി എന്റെ ബാക്കിൽ ഒരു വേദനയുണ്ട്. അത് അതിന് ഞാൻ മരുന്ന് ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. ഇടാ കുരങ്ങി തല കുത്തുന്ന ഞാൻ അതിന് മാറ്റി തരാം ഞാൻ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സൂചേട്ടാ ഇനി അദ്ദേഹത്തെ കളിയാക്കാൻ വരില്ലേ സൂചേട്ടാ? വേദന എന്താണെന്ന് മിയക്ക് അറിയില്ലല്ലേ? എനിക്ക് മനസ്സിലായില്ല ചേട്ടാ ഒരു സെലിബ്രിറ്റി വേദന എന്തെന്ന് ഇമോഷണൽ ആയിരുന്നു. മിയക്കറിയില്ല. അത് പുള്ളിക്ക് അത് വിഷമം വരും. ചേട്ടാ അകത്തേക്ക് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. എനിക്ക് ചേട്ടന് ഉദ്ദേശിച്ച സുഹൃത്തെ, ഞങ്ങളെ ഗസ്റ്റ് ആണ്. നമ്മൾ വളരെ വേദന എന്തെന്ന് മനസ്സിലായില്ല. മനസ്സിലായില്ല. ഇപ്പൊ വേദന എന്താന്ന് മനസ്സിലായോ? ഇതാണ് ആ വേദന എന്ന് പറഞ്ഞ സാധനം. കേറി വായേട്ടാ. അതെ ഞങ്ങള് ഡേറ്റ് ഇല്ലാതെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അതെ, കോടീശ്വരനാണെന്ന് നോക്കൂല കേട്ടോ. ഓർമ്മയുണ്ടോ ഈ മുഖം? സുരേഷ് ഗോപി. ഓ, ഒന്ന് ചോദിച്ചോട്ടെ, എന്നെ കൊല്ലാതിരിക്കാൻ മോഹൻലാല്. തോൽപ്പിച്ച് കളഞ്ഞല്ലോ നീ എന്നെ. ഇത് മമ്മൂട്ടി. എന്റെ ദൈവമേ, ഈ സിനിമ ഡയലോഗ് കാരണം മനുഷ്യന് ഒരു ഡയലോഗ് ഫീലിൽ പറയാൻ പറ്റണില്ലോ. ചേട്ടൻ പറ, എന്താ പ്രശ്നം? കുട്ടി, ആ എല്ലാം പോട്ടെ, ആ. നമ്മുടെ കുട്ടിക്കാലം കുട്ടിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് എന്റെ ഓർമ്മയുണ്ട്, പക്ഷെ നമുക്ക് കോമൺ ആയിട്ടൊരു കുട്ടിക്കാലം ഉണ്ടോ? നിന്റെ പുറകെ കൊതുമ്പ് വെള്ളം തുഴഞ്ഞുകൊണ്ട് വന്നപ്പോ നിന്റെ അച്ഛൻ എന്റെ പക്കിന് നോക്കി തൊഴിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? എനിക്ക് ഓർമ്മയില്ല. ഇല്ല, ഉണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. കുട്ടിക്കാലത്ത് കുട്ടിയുടെ പുറകെ വള്ളിനിക്കർ ഇട്ടുകൊണ്ട് ഞാൻ ഓടി നടന്ന ഈ കുട്ടേട്ടന് കുട്ടിക്ക് ഓർമ്മയുണ്ടോ? പള്ളിനിക്കറിട്ടാ അല്ലടാ, 10 വയസ്സുള്ള കൊച്ചിന്റെ പുറകെ ഞാൻ ഞക്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ നല്ല രസം. അല്ല, കോടീശ്വരൻ ഇടാൻ പറ്റിയ പേര് ഗുഡ് നൈറ്റ്. ആ, അപ്പൊ കുട്ടേട്ടൻ എന്നാ പേര് ചേട്ടന്റെ? കുട്ടി മിണ്ടായിരിക്കാതെ കുട്ടി അതൊന്നും ശ്രദ്ധിക്കണ്ട. കുട്ടി, നമ്മൾ കുട്ടിക്കാലത്ത് ഒന്നിച്ചിരുന്ന് കല്ല് കളിച്ചത് കുട്ടി ഓർക്കുന്നുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. അല്ലല്ല, ചിലപ്പോ രമ്യായിരിക്കും. അധികം ചോദ്യം എടാ, ചോദിച്ചാ ഇവന്മാരെല്ലാം പരിപാടി പൊളിക്കാൻ വന്നേക്കോടാ. കുട്ടേട്ടൻ അധികം ചോദ്യം ചോദിച്ചാലേ അപ്പോട്ടൻ ഇറങ്ങി വരും ഭർത്താവ്. ഞാൻ മുട്ടറോഷം കൂട്ടി അടിക്കും. അതെല്ലാം പോട്ടെ. കുട്ടിക്ക് പണ്ട് ചാമ്പയ്ക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു. ചാമ്പക്ക എനിക്ക് ഇപ്പോഴും ഇഷ്ടാ. ആണല്ലേ? പകുതി ആയി വരുന്നുണ്ട്. ഓർമ്മയുണ്ട്. ഞാൻ കുട്ടിക്ക് ചാമ്പയ്ക്ക തിന്നുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാനൊരു ചാമ്പമരത്തിൽ വലിഞ്ഞു കയറിയിട്ട് അതിനുശേഷം എന്റെ കാല് വഴുതി ഞാൻ നടുതല്ലി നിലത്ത് വീണത് കുട്ടിക്ക് ഓർമ്മയുണ്ടോ? അയ്യോ ചേട്ടാ, എന്നിട്ട് ചേട്ടൻ ചത്തുപോയോ അതോ ജീവിച്ചിരിപ്പുണ്ടോ? ഇവൻ എന്നാ വിവരക്കേടാ ഈ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. നടുതല്ലി നിലത്ത് വീണിട്ട് മരിച്ചോ ജീവിച്ചോന്ന്. ഇവൻ എന്നെ പൊട്ടനാ. അന്ന് ഞാൻ കൊച്ചല്ലേ, എനിക്കതിനുള്ള അറിവുണ്ടോ? ആ ചത്തോ ജീവിച്ചോ എന്നുള്ള അറിവില്ലല്ലേ? എനിക്കാണ് അബദ്ധം പറ്റിയത്. കുട്ടിക്ക് ഒരു കാര്യം അറിയാമോ? കുട്ടിയെ കുറിച്ച് ഓർക്കാനായിട്ട് ഞാൻ എന്റെ സ്വന്തം വീട്ടില് ഒരു പൂച്ചേനെ മേടിച്ച് വളർത്തുന്നുണ്ട്. അതറിയാമോ കുട്ടിക്ക്? അതിന് പൂച്ച മേടിച്ചു വളർത്തുന്നേ. ആ പൂച്ച എന്നും എന്റെ മിയയുടെ പേര് പറഞ്ഞ് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കും. എന്നെ അതെങ്ങനെ ചേട്ടാ? മിയ മിയ ഇങ്ങനെ 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 ഓർമ്മിപ്പിക്കും. അപ്പൊ എനിക്ക് അന്നും സങ്കടം വരും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കുട്ടിക്കാലം മുതൽക്ക് ഇവക്ക് സിനിമാ നടിയാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഒഡീഷന് പോകാനോ അഭിനയിക്കാൻ പോകാനോ ഫോട്ടോ എടുക്കാനോ അയക്കാനോ 5 പൈസ കയ്യിലില്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ എന്റെ അരേ കിടന്ന ഏലസ് ഊരി അവക്ക് കൊടുത്തു. പണയം വിൽക്കോ എന്താ ചെയ്തിട്ട് ഫോട്ടോ അയക്കോ ഓഡീഷന് പോകാൻ പറഞ്ഞു. ഓഡീഷന് പോയി, സെലക്ഷനായി. അഭിനയിക്കാൻ പോകാൻ പൈസ ഉണ്ടോ? ഇല്ല. അഭിനയിക്കാൻ പോകാൻ പൈസ ഇല്ലാതെ വന്നപ്പോ ഞാൻ പഠിച്ച എന്റെ പാഠപുസ്തകം ഞാൻ ആക്രിക്കടയിൽ കൊണ്ടു കൊടുത്ത് ആ പൈസ കൊണ്ട് കൊടുത്തിട്ടാണ് ഈ സിനിമ നടി ഇത്ര വലിയ സിനിമ. ഇപ്പൊ എന്നെ ഓർമ്മയില്ല, അതോടെ ഞാൻ എന്റെ പഠിത്തം നിർത്തി. എത്രാം ക്ലാസ്സിലായിരുന്നു? പഠിത്തം നിർത്തേണ്ട കാര്യം എന്നാ? പിന്നെ എന്റെ പുസ്തകം കൊണ്ടു ഞാൻ അവിടെ കൊടുത്തിട്ടല്ലേ നീ സിനിമയിൽ അഭിനയിക്കാൻ പോയത്. പിന്നെ ഞാൻ പുസ്തകം അല്ലാതെ എങ്ങനെ പഠിക്കും? ഇനിയും ഈ കുട്ടേട്ടനെ കുട്ടിക്ക് മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായില്ല. കുട്ടേട്ടാ എത്ര പഠിത്തം നടത്തിയിരുന്നു? എനിക്ക് പറയാൻ സൗകര്യം മക്കളെ. ആ കുട്ടി അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു പോവാ. ഏത് ജീവിതം? ദാമ്പത്യ ജീവിതേ. സാമ്പത്തിക ജീവിതം ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്റെ പൈസയാണ്, എന്റെ സാമ്പത്തികമാണല്ലോ. ഇതൊന്നും കുട്ടിക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ പണ്ട് ആ കുട്ടിക്കാലത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട് നടന്നപ്പോ പാടിയ പാട്ടുണ്ടല്ലോ,
ആ പാട്ട് നമുക്ക് ഒന്നിച്ച് പാടാം. ചിലപ്പോൾ ആ പാട്ട് പാടുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അത് ഓർമ്മ വരും. ശരിയാ ഞാനും കൂടെ വരട്ടെ, കുട്ടിക്കാലത്ത് ഒരു കൂട്ടുകാരനായിട്ട് കണ്ടാ മതി. എനിക്ക് ജീവിതത്തിൽ പെരിച്ചാഴി കൂട്ടുകാരന്മാരില്ല. എന്നാ നമുക്ക് അവിടേക്ക് പോയി നമുക്ക് ഒരു പാട്ടങ്ങ് ചെലുത്തിയാലോ? ചേട്ടൻ നല്ല ഓർമ്മയുണ്ട് ആ പാട്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മറന്നതല്ല നീ. ക്യൂട്ട് സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ നടന്നോ? ചേട്ടാ ഇതെല്ലാം ഓട്ടോറിക്ഷ പിടിച്ച് ഓടിപ്പോവായിരുന്നു. അടിമാലി നിങ്ങൾ ചവിട്ടി നിന്റെ മോണ ഞാൻ. അല്ല എന്റെ പൊന്ന് കുട്ടേട്ടൻ ഇതിനിടയ്ക്ക് വന്ന എന്നെ മനസ്സിലായോ? പഴയ കൂട്ടുകാരൻ, പഴയ കളിക്കൂട്ടുകാരൻ. ഞാനോർത്ത് ഏതോ ഒരു കാർന്നവര് സ്റ്റേഷനറി ബോളും കട്ടോണ്ട് പോകുമായിരിക്കും. അത് കളിക്കൂട്ടുകാരനായിട്ട് അഭിനയിച്ചാണോ? അയ്യോ മോനെ, അത് പറയണ്ടായിരുന്നു. അതിന് എത്ര രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എന്തായാലും അവന് ഇത്രയും സാധനം പറഞ്ഞല്ലേ, ഇരിക്കട്ടെ അവന് ഒരു 100 രൂപ കിട്ടി. ഇതുണ്ടോ? നന്നായിട്ടുണ്ട്. കൈ നിറച്ച് മോതിരം. അരയില് ഞാൻ ഈ സ്വർണ്ണത്തിന്റെ അറിഞ്ഞാണ് ഇടണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമല്ലോ. അതാണ് അതിന്റെ തുമ്പെടുത്ത് ഞാൻ പുറത്തിട്ട്. അപ്പൊ കുട്ടിക്ക് എന്നെ ഇനിയും മനസ്സിലായിട്ടില്ല. ചേട്ടാ വേറൊരു കേസ് പറയാം. വേറെ ഏതെങ്കിലും മീ എന്ന് പറയുന്ന പെൺകുട്ടിയോ അങ്ങനെയൊന്നുമല്ല. ഇത് സിനിമാ നടി മീ ആണെങ്കിൽ, ഈ മീയുടെ വീട് പാലായിലാണെങ്കിൽ ഈ പറഞ്ഞത് സത്യമാണ്, സത്യം. ഉള്ള വേറെ കാര്യമുണ്ട്. ഈ ടൊൾക്കെ വിസ്താരക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്ന ആളുടെ പേര് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞാണല്ലോ, അത് 3 പ്രാവശ്യം പ്രതിധ്വനിക്കും. അതെ. അതായത് കുട്ടി ഈ പറഞ്ഞത് നുണയാണെങ്കിൽ പ്രതിധ്വനിക്കില്ല. കുട്ടിയുടെ മനസ്സിൽ ഇത് ഉണ്ടായിട്ട് മിണ്ടാതിരിക്കുവാണെങ്കിൽ പ്രതിധ്വനിക്കും. കുട്ടിയുടെ മനസ്സിൽ എന്നെ മൊത്തം ആവാഹിച്ചിട്ട് വിളിക്കുക. പ്രതിധ്വനിച്ചാൽ സത്യമാണ് അല്ലേ? അതെ. എക്കോ പോലല്ലേ പ്രതിധ്വനിക്ക്? അതെ. സൗണ്ട് എഞ്ചിനീയർ ഫ്രണ്ടിൽ ഉണ്ടാവും കേട്ടോ. എക്കോ പ്രതിധ്വനിക്കുന്നെങ്കിൽ അറിയാലോ. ഇത്രയും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതൊന്നും നോക്കുന്നതല്ല. നമ്മുടെ മനസ്സിൽ കണ്ടത് എത്ര പ്രാവശ്യം തങ്കച്ചൻ ഇങ്ങനെ പ്രതിധ്വനിപ്പിച്ചിരിക്കുന്നു. വിളിക്കേ ഇല്ല. കുട്ടേട്ടാ ഇപ്പൊ മനസ്സിലായില്ലേ? കുട്ടിയുടെ മനസ്സിലൊന്നുമില്ല, അങ്ങനെ ഓർമ്മയില്ല, അങ്ങനെ ഒന്നും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഈ കുട്ടി പഴയതെല്ലാം മറന്നത് കൊണ്ടാണ് കുട്ടിയുടെ മനസ്സിൽ അതില്ലാത്തത്. പക്ഷേ എന്റെ മനസ്സിൽ കുട്ടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ടൊൾക്കെ വിസ്താരം 3 പ്രാവശ്യം പ്രതിധ്വനിക്കും. ഇത് മൊത്തം സത്യമാട്ടോ, പ്രതിനിധത്തോട് പ്രതിനിധം. ചേട്ടൻ പറഞ്ഞ ഇലക്ട്രോണിക് സാധനല്ലേ, ചിലപ്പോ പിഴച്ചു പോകും. എനിക്കിത് തന്നെ വേണം. ഈ കുട്ടിയെ നായികയാക്കി പടം പിടിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കടം മേടിച്ച് കട്ട് മോഷ്ടിച്ചു കൊണ്ടുവന്ന പൈസയാണ്. അങ്ങനെ ആ പൈസയുമായിട്ട് ഞാൻ ഇവിടെ നിന്ന സമയത്ത് എന്നെ ഈ കോടീശ്വരനായ എന്നെ പഴയകാല കാമുകനെ ഈ കുട്ടി വഞ്ചിച്ചു, ബ്ലീച്ചടിപ്പിച്ചു എന്ന് നാട്ടിലൊക്കെ പറയാറുണ്ട്. കോടീശ്വരൻ ചമ്മിക്കഴിഞ്ഞാണ്ടല്ലോ ഈ ഫ്ലോറിൽ ഇനി മുമ്പിലേക്ക് പരിപാടി നടത്താൻ പറ്റില്ല. അതെനിക്കറിയാം. ഞാൻ നടത്തിക്കല, ഷൂട്ട് ചെയ്യാൻ നടത്തിക്കല. ഒരു കോടീശ്വരനായ എന്റെ ബന്ധം എന്നറിയാമോ? ഞാൻ പരിപാടി ഇനിയും മുമ്പോട്ട് പരിപാടി നടത്തിക്കില്ല ഇവൻ കാണിച്ചു തരാം. ചങ്കത്തെ രോമം പറിച്ചു തിന്നൊന്നുമല്ല. സൈനൈഡ് ഞാനിത് പൊട്ടിക്കും, തുറക്കും. സൈനൈഡ് എങ്ങാൻ എന്റെ വായിൽ പോയാൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ മരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഫ്ലോറിൽ പ്രോഗ്രാം നടത്താൻ പറ്റില്ല. ഫ്ലോറിൽ അങ്ങനെ കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പൊട്ട ബുദ്ധിയാട്ടോ. ഞാൻ കഴിക്കുന്ന വെച്ചാൽ കഴിക്കും. വേണമെങ്കിൽ കയ്യാലൊന്ന് പിടിച്ചോ. എന്തിന്? അപ്പൊ ഞാൻ ചാവണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അല്ല, ഇഷ്ടമാണോ? അല്ല ഇത്രയും പറഞ്ഞു. ഇനി ഞാൻ കഴിക്കുന്നു.
ലക്ഷ്മി നമുക്ക് പരിപാടി തുടങ്ങാം. ഓക്കേ, അപ്പോൾ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇനി ഒരു ഗെയിമിലേക്കാണ് വേറൊരു കേസ്. ഗെയിമിന്റെ പേര് ക്ലിഞ്ഞോ. ഗെയിം ഒക്കെ തുടങ്ങട്ടെ. പക്ഷെ ഒരു സ്പേസ് ഇടണം, ഒരാൾക്ക് മരിക്കാനുള്ള സ്ഥലം ഇട്ട് കൊടുത്തിട്ട് ചവിട്ടി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ എന്നുള്ള ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ടാമത് റീലോഡ് ഗെയിമിൽ ജയിച്ചിരിക്കും ഇപ്രാവശ്യം. ഉറപ്പല്ലേ? ഉറപ്പ്. പൊളിക്കല്ലേ നമ്മള്? ശരി, അപ്പൊ നിങ്ങൾ ക്ലിഞ്ഞോ ആൻഡ് ഇവര് പ്ലേ. എന്താ ഒരു മനുഷ്യൻ ഇവിടെ ചാവാൻ വേണ്ടി കിടന്ന് നെളിവിരി കൊള്ളുമ്പോ നിങ്ങൾ ഇവിടെ നിന്ന് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ വിളിക്കുന്നു. അല്ല, ചാവാൻ വേണ്ടി തീരുമാനമെടുത്ത പിന്നെ നമ്മൾ തടയേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഞങ്ങൾ ചത്താലും നിങ്ങൾക്ക് നിങ്ങൾ പരിപാടി എടുത്തൂലേ? ഞങ്ങൾക്ക് പരിപാടി എടുത്തട്ടെ. അപ്പോ ഈ ചേട്ടാ ഒന്ന് പോയി തന്നാ മതി. പരിപ്പ് ഇവിടെ വേവൂല. അങ്ങനെ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് അപ്പുറം മീനയുടെ കാമുകയാന്ന് പറഞ്ഞില്ല, കാമുകനാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ചിലപ്പോ ഈ പരിപ്പ് അവിടെ നിന്ന് എന്തായാലും ഞാൻ ദൃശ്യം 3യുടെ ജോർജ് കുട്ടി അടുത്ത് വേറെ എവിടെയെങ്കിലും കുഴിച്ചിട്ട് അസ്ഥി പോലെ കിട്ടത്തില്ല. അപ്പൊ ഓക്കെ, ഈ പരിപ്പ് അവിടെ വേവൂല. ഈ പരിപ്പ് സാറങ്ങ് എടുക്കും. കോടീശ്വരൻ കുട്ടേട്ടൻ, നീ ഒറ്റ ഒരുത്തനായി പരിപാടി കുളമാക്കി. ഇവനെ ഞാനങ്ങ് എടുക്കുക. ഇവനെ എനിക്ക് വേണം. ഇവനെ അയ്യോ നഗരസഭ മാലിന്യ കോർപ്പറേഷന് കൊടുക്കാനാണ്. സത്യമായിട്ട് ഞങ്ങളോട് ക്ഷമിക്കണം. ശരിക്കുള്ള കുറെ ഫാൻസ് മെസ്സേജ് അയച്ചതാണ്. ആണല്ലേ? എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തത് ഈ കുട്ടേട്ടനെ. എന്തായാലും അപ്പോട്ടെ ഹാപ്പി. ഏതായാലും once again thank you so much നമ്മുടെ വിനു അടിമാലി. ക്രിസ്ത്യൻ മാട്രിമോണി രംഗത്ത് 100% വെരിഫൈഡ് ആയിട്ടുള്ള 6 ലക്ഷത്തിലധികം പ്രൊഫൈൽസ് ഇതിനോടകം ചാവറ മാട്രിമോണി ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1.5 ലക്ഷത്തിലധികം വിവാഹങ്ങളാണ് ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുള്ളത്. 25 വർഷത്തെ മികച്ച സേവന പാരമ്പര്യമാണ്. അതുമാത്രമല്ല, ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ക്രിസ്ത്യൻ വെഡിങ്സ് ആണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ഒരു ബെസ്റ്റ് പാർട്ട്ണറിനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ചാവറ മാട്രിമോണി നിങ്ങൾക്ക് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാം. അതുമാത്രമല്ല, 1 മാസത്തെ സൗജന്യ സേവനവും ചാവറ മാട്രിമോണി നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. സോ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യൂ chavramatrimony.com. അപ്പൊ മിയ, നമുക്ക് ഭയങ്കര വിഷമമുണ്ട് ഗുഡ് ബൈ പറയാനായിട്ട്. പക്ഷേ അനുവദിച്ചിട്ടുള്ള സമയം എപ്പിസോഡൊക്കെ തീരെയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ജേർണി? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു മിയ. സോ എന്ത് തോന്നുന്നു? കളിച്ചത് മൊത്തം ഞങ്ങൾ എങ്ങനെയായിരുന്നു ജോണി? എങ്ങനെ തോന്നുന്നു? ഇല്ല, സ്റ്റാർ മാജിക്കിൽ വരാൻ ഞാൻ കുറച്ച് വൈകി പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്ക്. ഞങ്ങള് വിളിക്കേണ്ട കാര്യമൊക്കെ 6 മാസം മുമ്പേ വിളിക്കാറുണ്ടായിരുന്നു. വരാൻ വൈകിയതായിരുന്നു. അതെ അതെ അതെ, എന്നെ വിളിച്ചോളൂ. ശരിയാണ്. ബട്ട് ഫൈനലി എത്തിയല്ലോ. ഇവിടെ ചെലവഴിച്ച സമയം കംപ്ലീറ്റ് ഞാൻ എൻജോയ് ചെയ്തു. എല്ലാവരും കിഡിലൻ എന്റർടൈനേഴ്സ് ആണ്. സോ താങ്ക് യു സോ മച്ച്. ഇത്രയും ടൈം, ഇത്രയും സമയം എന്നെ എന്റർടൈൻ ചെയ്തതിന്. സോ നിങ്ങൾക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഞാൻ അങ്ങോട്ട് പറയാ. തിരിച്ചും ഒരു താങ്ക്സ് പറയണേ. കാരണം ഒരു എപ്പിസോഡിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും മാത്രമല്ല, വന്നിരിക്കുന്ന ഗസ്റ്റിന്റെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേണ്ട രീതിയിൽ നമുക്കൊരു ബെസ്റ്റ് ഔട്ട് തരാൻ പറ്റില്ല. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഈക്വലി വന്നുകൊണ്ടാണ് ഇത്രയും എപ്പിസോഡ്സ് ശരിക്കും ഭയങ്കര സക്സസ് ആയി അല്ലേ? മിയയും അതുപോലെ തന്നെ മിയയുടെ ഹസ്ബൻഡ് ആണെങ്കിലും അശ്വിൻ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തു. പെട്ടെന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ 2 പേരായി മാറുകയും ചെയ്തു. ഞങ്ങൾ ഇനിയും വിളിക്കും. അപ്പൊ ഫ്രീ അല്ല എന്ന് പറയില്ല. ഇനി പ്രേക്ഷകരെടുത്ത അപ്കമിംഗ് പ്രൊജക്ട്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാമോ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കോബ്ര എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമാണ്. അത് പൂർവാധികം ശക്തിയോടെ ബാക്ക് ഓൺ സ്ക്രീൻ. അത് ആക്ച്വലി മാരേജിന് മുമ്പേ ചെയ്ത് തുടങ്ങിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പൊ കൊറോണയൊക്കെ വന്ന് ആ ഒരു ലോക്ക്ഡൌൺ ടൈം ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് പോസ്റ്റ്പോൺ ചെയ്ത് അതിങ്ങനെ ഷൂട്ട് നീണ്ടു പോയതാണ്. അത് ഇനി ഫിനിഷ് ആക്കാനുണ്ട്. അപ്പൊ അതാണ് ഇനിയിപ്പോ ഫിനിഷ് ആകാനുള്ളത്. കോബ്ര എന്നാണ് ഫിലിമിന്റെ പേര്. വിക്രം സാർ ആണ് അതിൽ ഞാനൊരു ക്യാരക്ടർ റോളാ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇനി ഫിനിഷ് ആകാനുള്ളൊരു. ഓക്കേ, അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡ് മിയോട് ഒരു വലിയൊരു താങ്ക്സ് പറഞ്ഞിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഹോപ്പ് യു എൻജോയ്ഡ് ആൻഡ് യുവർ ഹസ്ബൻഡ് ടു. ഇതിലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു അല്ലേ? നല്ലൊരു ഫൺ പാക്ഡ് ആയിട്ടുള്ള എപ്പിസോഡ് ആയിരുന്നു. അപ്പൊ ഇതിലും അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ മറ്റൊരു ഗസ്റ്റ്, ഒരുപാട് സർപ്രൈസസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചെത്തുന്നതായിരിക്കും. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം Bergpains by the Court Long Life Star Magic powered by Eastern, chavramatrimony.com, Spot Floor Cleaner, Valluvanad Easy Money, easy to make more money, and Sheen Lac Water Based Wood Polish. Our online education partner, Xylem MBBS Mobile Entrance Staff. Our special partner, Chris Pellu. Good night.
90+ മൈ ട്യൂഷൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ മാറ്റുരയ്ക്കാൻ നിങ്ങൾ പാട്ട് പാടുന്ന ഒരു വീഡിയോ ദൃശ്യവും ബയോഡാറ്റയും topsinger@flowers.tv.in എന്ന മെയിൽ ഐഡിയിലേക്കോ 811199909113 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ ഞങ്ങൾക്ക് അയയ്ക്കുക.